ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ് എക്സ്പ്ലെയിൻ. നമ്മൾ ഇന്നലെ നടന്ന ഫുട്ബോൾ വീക്കെൻഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. സൺഡേ മാച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ തന്നെ എല്ലാ കളികളും കഴിഞ്ഞു, നല്ല കളികൾ. അപ്പോൾ നമുക്കതിനെപ്പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലാലീഗയിലെ അവധിയാണ്, ബുണ്ടസ് ലീഗയിലെ അവധിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ബ്രേക്ക് ഉണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിൽ അവർ തന്നെ അതിനെ ഫെസ്റ്റീവ് സീസൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 16 ദിവസത്തിൽ 40 കളി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലെയേഴ്സ് ഇഞ്ചോർഡ് ആവുന്നതിലൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ കളി നടക്കുകയാണ്. വിൽ സി എന്താണ് പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഫസ്റ്റ് കളി നടന്നത് ഇന്ത്യൻ ടൈം 6 മണിക്കാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് സിറ്റി ആയിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു കളി. അപ്പോൾ പെപ് ഗാർഡിയോള ഇപ്പോൾ ഏകദേശം ഒരു ലൈനപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ദിസ് ഇസ് എ ലൈനപ്പ് ടു ചാലഞ്ച് ഫോർ ദ ടൈറ്റിൽ എന്നുള്ളത്. ഇതിനു മുമ്പ് പുള്ളി ഇച്ചിരി റൊട്ടേറ്റ് ചെയ്ത് ട്വീക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഒരിടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഏകദേശം പുള്ളിക്ക് ക്ലിയറായി. എന്തുകൊണ്ടെന്ന് എനിക്കൊന്ന് ജനുവരിയിൽ സെമിന്യോ വന്നാൽ മിക്കവാറും റെയിൻഡേഴ്സ് വിൽ ബി ഔട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഡോക്ക് വന്നു കഴിഞ്ഞാൽ എന്താണോ ലൈനപ്പിൽ ചേഞ്ച് വരാൻ പോകുന്നറിയില്ല. പക്ഷേ സ്റ്റിൽ ഇന്നലെ ഏറ്റവും ഒരു ടെംപ്ലേറ്റ് ലൈനപ്പായിരുന്നു പെപ് ഗാർഡിയോളയുടെ. അതായത് 2-3 കളിയായിട്ട് അടുപ്പിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ലൈനപ്പാണ്, എസ്പെഷ്യലി ഡോക്കു ഇഞ്ചോർഡതിന് ശേഷം. അപ്പോൾ അത് ക്ലിയർലി നല്ല ബാലൻസ് കൊടുക്കുന്നുണ്ട് സിറ്റിക്ക്. ആൻഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഷോണ്ടേഷൻ്റെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ അഗേൻസ്റ്റ് ആയിരുന്നു കളി. നല്ല ടീമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഓൺ പേപ്പർ നോക്കിയാൽ. ആൻഡ് ഷോണ്ടേഷ് ഒരു അബവ് ആവറേജ് മാനേജറാണ് പ്രീമിയർ ലീഗിൽ. ഏത് ടീമിനെയും കൺഫ്യൂസ് ചെയ്ത് ഏത് മാനേജറും ടാക്റ്റിക്കലി ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു മാനേജറാണ്. പുള്ളി സിറ്റ് ബാക്ക് മാത്രം ചെയ്യുന്നൊരു മാനേജറല്ല. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഇന്നലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കാണിച്ചു. സിറ്റി ട്രബിളിലായിരുന്നു ഒരു പോയിൻ്റ് വരെ. സിറ്റിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഫസ്റ്റ് ഹാഫ് മൊത്തം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് സിറ്റി ഷിഫ്റ്റുകൾ വരുത്തിയത്. അതായത് ഷേപ്പിൽ ചേഞ്ചുകൾ വരുത്തിയപ്പോഴാണ് സിറ്റി. അപ്പോൾ ഇന്നലെ ഇറക്കിയ ലൈനപ്പ് സിറ്റിയുടെ നോക്കാനാണെങ്കിൽ ഡൊണറമോൺ ഗോൾ, നിക്കോ റൈലി, മത്തിയാസ് നൂനസ്, റൂബൻ ഡിയാസ്, ഗ്വാഡിയോൾ, നിക്കോ ഗോൺസാലേസ്, റെയിൻഡേഴ്സ്, ചർക്കി, ബെർണാഡോ സിൽവ, ഫോഡൻ, ഹാലൻഡ്. ഇതായിരുന്നു ഇവരുടെ ലൈനപ്പ്. അപ്പോൾ ഇവർക്ക് നാച്ചുറലി വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആകെ ഫുൾ ബാക്സാണ് പൊതുവെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ പ്ലെയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല വിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഇഷ്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫിസിക്കലി നോക്കാനാണെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ രീതിക്ക് ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു സിറ്റീനെ. അപ്പോൾ അത് സിറ്റിക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു. ഇന്നലെ 3-4 കളികളിലായിട്ട് പെപ് ഗാർഡിയോള ചർക്കീനെ യൂസ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റാണ്. അതായത് ചില സമയത്ത് ചർക്കി ടച്ച് ലൈൻ ഹഗ് ചെയ്യും, ചില ഗെയിമുകളിൽ ചർക്കി ഫോഡനും ബെർണാഡോ സിൽവയായിട്ട് കമ്പൈൻ ചെയ്യും, ചില സമയത്ത് ചർക്കി താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്ത് വരും. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഒപ്പോണൻസിന്. പക്ഷേ ഇന്നലെ അത് ഫസ്റ്റ് ഹാഫ് ഫുൾ ടെംപ്ലേറ്റ് പോലെയായിരുന്നു. അതായത് ചർക്കി ടച്ച് ലൈൻ മാത്രം ഹഗ് ചെയ്ത് നിൽക്കുമായിരുന്നു. കാര്യം വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. കാര്യം ഒമാരി ഹച്ചിൻസൺ ആയാലും അപ്പുറത്തെ സൈഡിൽ കലം ഹഡ്സണോട് ആയാലും മോർഗൻ ഗിബ്സ്, കാര്യം വളരെ ഫിസിക്കലായ ടീമാണ്. എലിയറ്റ് ആൻഡർസണ് ക്രെഡിറ്റ് കൊടുത്തേ പറ്റുമായിരുന്നു. എലിയറ്റ് ആൻഡർസൺ ഒരു അന്യായ ഫുട്ബോളറാണ്. അത് ഇന്നലെ തന്നെ പുള്ളി ഒറ്റയ്ക്കാണ് മിഡ്ഫീൽഡിൽ കളിക്കുന്നത്. കൂടെ കളിക്കുന്ന ഡൊമിംഗസിനെ കൊണ്ടൊന്നും പറ്റില്ല. ഡൊമിംഗസിനെ കൊണ്ടൊന്നും പ്രീമിയർ ലീഗിൽ ഇങ്ങനത്തെ ടീമുകളുടെ അഗേൻസ്റ്റ് സിറ്റി ആയാലും അങ്ങനത്തെ നല്ല ടീമുകളുടെ അഗേൻസ്റ്റൊക്കെ ഡൊമിംഗസ് ഒരു മീഡിയോക്കർ മിഡ്ഫീൽഡറാണ്. പക്ഷേ എലിയറ്റ് ആൻഡർസൺ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡറാണ്. ഹി ക്യാൻ ഡു എവ്രിതിങ്. എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ അത് ഇന്നലെ പുള്ളി തെളിയിച്ചു. ആൻഡ് സിറ്റിക്ക് വേണ്ടതാകത്തൊരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ എന്താണ് അവരുടെ ഇടയിൽ നടക്കുന്നത് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇന്നലെ ഫസ്റ്റ് ഹാഫ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നല്ല രീതിക്ക് ട്രബിൾ ചെയ്തു സിറ്റീനെ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലായിരുന്നു സിറ്റിക്ക്. അതിന് സെക്കൻഡ് ഹാഫ് വന്നു, ഷേപ്പ് മാറ്റി സിറ്റി. അതിൽ ഫസ്റ്റ് ടച്ച് മുതലേ എവിഡൻ്റ് ആയിരുന്നു സിറ്റിയുടെ കളിയിൽ. നല്ല രീതിക്ക് അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചർക്കി കൂടുതൽ ഇൻവോൾവ് ആകുന്നുണ്ട്, ചർക്കിക്ക് കൂടുതൽ ടച്ചുകൾ കിട്ടുന്നു. ഇവരൊക്കെ ബോൾ ടു ഫീറ്റ് പ്ലെയേഴ്സാണ്. ഇവർക്ക് കൂടുതൽ ബോൾ വേണം. ഇവർ ടച്ച് ലൈൻ ഹഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ലിമിറ്റഡാണ്. എത്ര സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള പ്ലെയർ ആയാലും ഇവർ ടച്ച് ലൈൻ ഹഗ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞ് അവർക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഇവരൊക്കെ ബോൾ ടു ഫീറ്റ് പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവർ എത്ര ടച്ചുകൾ എടുക്കുന്നോ ഒരിച്ചിരും കോൺഫിഡൻ്റ് ഒരു പ്ലെയേഴ്സായിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ അത് ചർക്കിയിൽ നിന്ന് ഇന്നലെ കാണാൻ പറ്റി. ചർക്കി ഇറ്റ്സ് ആൻ ഇൻക്രെഡിബിൾ ഫുട്ബോളർ, പറയാതിരിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാം. അതവിടെ ലയണിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു. പിന്നെ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു വിൽ ബി ഈസ് വർക്ക് എത്തിക്ക്. അതിലെനിക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ കറൻ്റ്ലി. ആൻഡ് അതിന് വരും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അത്രയും പണി ബെർണാഡോ സിൽവ എടുക്കുന്നുണ്ട്. അപ്പോൾ യു പ്രൊവൈഡ് ഔട്ട്പുട്ട്, വർക്ക് റേറ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് റൈൻഡേഴ്സിൻ്റെ ഗോൾ വരുന്നു ചർക്കിയുടെ അസിസ്റ്റിൽ. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് നോട്ടിംഗം ഫോറസ്റ്റ് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു റെഡ് കാർഡ് ഷൗട്ട് ഉണ്ടായിരുന്നു റൂബൻ ഡിയാസിന്. ഫൈനൽ എനിക്ക് ലാസ്റ്റ് മാനായിട്ട് തോന്നി. പക്ഷേ സ്റ്റിൽ അത് അത് കൊടുത്തിരുന്നെങ്കിൽ ഹാർഷായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം അത് ഓൾറെഡി പ്ലെയറിനെ ഡ്രാഗ് ഔട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അപ്പുറത്തെ സൈഡിലോട്ട്. അപ്പോൾ അത് റെഡ് ആണോ ക്ലിയർലി എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് തോന്നൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ സെക്കൻഡ് ഹാഫ് സിറ്റി ക്രൂസ് കൺട്രോളിലായിരുന്നു. അത് കഴിഞ്ഞ് ഷർക്കിയുടെ ഗോൾ വരുന്നു. രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് ഷർക്കിയാണ്. അപ്പോൾ ആഴ്സണലിൻ്റെ കളിക്ക് മുമ്പ് വരെ സിറ്റി ഫസ്റ്റിലോട്ട് നീങ്ങുന്നു. പോയിൻറ്റ്സ് ടേബിൾ ഓഫ് കോഴ്സ് ഗ്യാപ്പുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് സിറ്റിക്ക്. ദർ നോട്ട് ഇൻ ദർ ഫുൾ ഗിയർ, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ അത് എങ്ങനെ സിറ്റി സോൾവ് ചെയ്യും എന്ന് കണ്ടറിയണം. വിൽ സി എന്താവുമെന്ന്. സൈനിങ്സ് അത്യാവശ്യമാണ് ഓഫ് കോഴ്സ്. കാര്യം ഒരു മിഡ്ഫീൽഡർ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, സെൻറ്റർ ബാക്ക് വരുമോ ഇല്ലയോ എന്നറിയില്ല. കാര്യം സെൻറ്റർ ബാക്കുകളെ നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ആ ബാക്ക് ലൈൻ ഫിക്സ് ആയ സ്ഥിതിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് ഉണ്ട് സിറ്റിക്ക്. പക്ഷേ സ്റ്റിൽ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ലൈക്ക് ഗാർഡിയോള, റൂബൻ ഡിയാസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെ മാർക്കറ്റിൽ സിറ്റി ആക്ട് ചെയ്യും നമുക്ക് കണ്ടു തന്നെ അറിയണം. ആൻഡ് സെയിം തിങ് വിത്ത് വിങ്ങർ. കാര്യം ഡോക്ക് പോയി വിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുള്ള് റിട്ടേൺ ഓഫ് ആയിരുന്നു സിറ്റിക്ക്. അപ്പോൾ അതെങ്ങനെ സെമന്യോ വരുമോ, സെമന്യോ വന്നാൽ എങ്ങനെയാണ് ലൈനപ്പ് ചെയ്യാൻ പോകുന്നത്, ഡോക്കുവിനെയും സെമന്യോനെ ഒരുമിച്ച് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, അപ്പോൾ ആര് പിച്ചിന്ന് പോകും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതെന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യൻ ടൈം 8:30 2 കളി ഉണ്ടായിരുന്നു. ഒന്ന് ആഴ്സണൽ വേഴ്സസ് ബ്രൈറ്റണും വേറൊന്ന് അത് എമിറേറ്റ്സിലായിരുന്നു. പിന്നെ ലിവർപൂൾ വേഴ്സസ് വൂൾസ് ആയിരുന്നു ആൻഫീൽഡ്. അപ്പോൾ നമുക്ക് ആദ്യം ആഴ്സണലിൻ്റെ കളീനെ പറ്റി പറയാനാണെങ്കിൽ ഇന്നലത്തെ ലൈനപ്പ് ഭയങ്കര വിയേർഡായിരുന്നു. ഇന്നലെ ഒരു സെയിം നേരത്തെ പെപ് ഗാർഡിയോളയുടെ ലൈനപ്പ് പോലത്തെ ലൈനപ്പായിരുന്നു. അതായത് ഒരു മിഡ്ഫീൽഡർ പിടിച്ച് ഫുൾ ബാക്ക് ഇടുക, അത് കഴിഞ്ഞ് 3 മിഡ്ഫീൽഡേഴ്സിനെ പേപ്പറിലിടുക. അപ്പോൾ ക്ലിയർലി ഹി ട്രൈഡ് സംതിങ് ന്യൂ. ആൻഡ് അത് വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഡെക്ലൻ റൈസയുടെ ഇമ്മൻസ് പെർഫോമൻസ് അത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഇടുന്ന വർക്ക് റേറ്റ്, പുള്ളി സാക്കയായിട്ട് കമ്പൈൻ ചെയ്യുന്നു, മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്യുന്നു, താഴെ വന്ന് ബോൾ റിക്കവർ ചെയ്യുന്നു. അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഹീസ് നോട്ട് എ DM. ആൾക്കാർ പുള്ളിയെ DM കോൺവെർസേഷനിൽ ഇടുന്നത്. പുള്ളിക്ക് ഐസൈഡോ അല്ല, പുള്ളി ഒരു നമ്പർ 6 അല്ല, ഒരു ഓൾ ആക്ഷൻ 8 ആണ്. ഹീ ക്യാൻ ഡു എവറിത്തിങ്. സോ ബോസ്ലൈ ചെയ്യുന്ന പോലെ, വാൽവേർദെ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഇന്നലെ ഒരു ഷിഫ്റ്റ് തന്നെ ഇട്ടു പുള്ളി ഒരു 2-3 കളിക്ക് വേണ്ട വർക്ക് റേറ്റ് പുള്ളി ഇന്നലെ ഒറ്റയ്ക്ക് ഇട്ടു ഡെക്ലൻ റൈസ്. ആൻഡ് ആർസണലിന് ഇഷ്യൂസ് ഉണ്ട്. ആർസണലിന് അവരുടെ ഡിഫെൻഡിങ് ദേ ബിൻ കൺസീഡിങ് ഗോൾസ്. ഒരു ഗോൾ വെച്ചാണെങ്കിലും കൺസീഡ് ചെയ്യുന്നുണ്ട് ഗോളുകൾ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അവരുടെ അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ഭയങ്കര മോശമാണ്. കാര്യം 9 XG ഒരു ഗോളെ ആർസണലിൻ്റെ പ്ലേയേഴ്സ് അടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൺ ഗോളും പെനാൽറ്റിയുമാണ്. അപ്പോൾ അത് ഭയങ്കര വിയേർഡാണ്. യു സീ ദി അറ്റാക്ക് ഇത്രയും പോരാ. സാക്കി ആയിക്കോട്ടെ, ട്രോസാഡ് ആയിക്കോട്ടെ, യൊക്കിറസിലോട്ട് ഞാൻ അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ. യൊക്കിറസ് എനിക്കിപ്പോഴും ക്ലിയർലി സീസൺ എൻഡ് കഴിയുമ്പോൾ നമ്മുടെ വേർഡിക്റ്റ് ചിലപ്പോൾ മാറുമായിരിക്കാം. സീസൺ എൻഡിൽ ഞാൻ എൻ്റെ വേർഡിക്റ്റ് പറയാം. പക്ഷേ സ്റ്റിൽ അതായത് ഒരു സ്ട്രൈക്കറിന് ബേസിക്കായിട്ട് വേണ്ട ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ല യൊക്കിറസിന്. അതൊരു സത്യമാണ്. അതായത് ഇപ്പോൾ ട്വിറ്ററിൽ തന്നെ ആൾക്കാർ പറയുന്നിട്ടിരുന്നു ഇവന് പാസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞു സർവീസ് എവിടെ. ശരിയാണ്, സർവീസ് കൊടുത്തിട്ടും വലിയ അതായത് ഒരു സ്ട്രൈക്കറിന് ബോൾ എഡ്ജ് ഓഫ് ദ ബോക്സിനോ അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് ഷോൾഡറിൽ നിൽക്കുന്ന സമയത്ത് ബോൾ കിട്ടിയാൽ അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് യൊക്കിറസിന് അറിയില്ല. അത് വെച്ച് ടേൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ടേൺ ചെയ്യാനുള്ള ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ല യൊക്കിറസിന്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. നേരത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ പൊസഷൻ ലൂസ് ആവുന്നുണ്ട് യൊക്കിറസിൻ്റെ കയ്യിൽ നിന്ന്. ആർസണലിന് മുമ്പുള്ള സ്ട്രൈക്കേഴ്സ്, മേക്ക് ഷിഫ്റ്റ് സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ, ഉള്ള സ്ട്രൈക്കർ ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും ബോൾ പോയിട്ടില്ല. ബിക്കോസ് ദേ ആർ ടെക്നിക്കലി വെരി സൗണ്ട്. മിക്കൽ മെറീനോ ആയാലും ഹാവർട്സ് ആയാലും ഗബ്രിയേൽ എസൂസ് ആയാലും ഇവരൊക്കെ ആരൊക്കെ കളിപ്പിച്ചാലും ദേ ആർ ടെക്നിക്കലി വെരി സൗണ്ട്. അവർ എലീറ്റാണ് ടെക്നിക്കലി. വേറെ എന്തിലും അവർ എലീറ്റ് ആവുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഓൺ ദ ബോൾ അവർ ഭയങ്കര സൗണ്ടാണ്. അത് യോക്കിറസ് അല്ല. യോക്കിറസിൻ്റെ ഒരു വലിയ ഫ്ലോ ആണത്. ആൻഡ് ട്രാൻസ്ഫർ ക്വസ്റ്റ്യനബിൾ ആണോ എന്നൊക്കെ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ യോക്കിറസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് പോരാ. കേസ് ബിൻ വെരി പുവർ, പറയാതിരിക്കാൻ പറ്റില്ല. ഗോൾ ഔട്ട്പുട്ട് വളരെ കുറവാണ് ഫോർ സ്ട്രൈക്കർ ഇൻ ഇസ് പ്രൈം. ആൻഡ് ഗോളുകൾ വാരി അടിച്ചുകൊണ്ടിരുന്നൊരു പ്ലെയറാണ്. ലീഗ പോർച്ചുഗലിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പക്ഷേ സ്റ്റിൽ യോക്കിറസ് ഗോളുകൾ അടിക്കേണ്ട സമയമായിട്ടുണ്ട്. അത് ആർസണലിന് അത് ആവശ്യമാണ്. കാര്യം ഇപ്പോൾ ആർസണൽ മിയർലി ദർ സർവൈവിങ് ഓൺ ഓൺ ഗോൾസ്. കാര്യം ഇന്നലെ ആ ഒരു ഓൺ ഗോൾ വന്നില്ലായിരുന്നെങ്കിൽ, റൊട്ടറിൻ്റെ ഓൺ ഗോൾ വന്നില്ലെങ്കിൽ ഇവിടെ പിന്നെ ഡ്രോ. അത് ക്ലിയർലി. കാര്യം ആർസണൽ അതിന് ശേഷം വേറെ ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഐ ബിലീവ് ഇത് ഇറക്കുന്ന ലൈനപ്പിൻ്റെ പ്രശ്നമല്ല. ദേ ആർ ഒരു ഭയങ്കര സേഫായിട്ട് കളിക്കുന്നൊരു ടീമാണ്. അർട്ടേറ്റയ്ക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്. അത് അർട്ടേറ്റയുടെ
ഒരു വലിയൊരു ഫ്ലോ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ദേ ആർ ചാലഞ്ചിങ് ഫോർ ടൈറ്റിൽ 3 വർഷം അടുപ്പിച്ച് സെക്കൻഡ് ആയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോഴെങ്കിലും യു വോണ്ട് ടു വിൻ ഇറ്റ്, റിസ്ക് ചെയ്യുന്നവർക്ക് റിവാർഡുള്ളൂ, അല്ലെങ്കിൽ ദർ ഇസ് നോ പോയിൻറ്റ് പ്ലേയിങ് ദിസ് ഗെയിം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അർട്ടേറ്റ റിസ്ക് എടുക്കേണ്ട സമയമായി. ആൻഡ് ഇന്നലെ തന്നെ 2-3 ചാൻസിലൊക്കെ ബ്രൈറ്റൺ നല്ല ഓപ്പണാക്കി കളിക്കുന്നൊരു ടീമാണ്. അതായത് അവർ നല്ലോണം പുഷ് ചെയ്ത് ബോഡീസ് ഫോർവേഡ് പുഷ് ചെയ്ത് ബാക്കിൽ 1-2 ലൂയിസ് ഡങ്കിനൊക്കെ വിശ്വസിച്ചാണ് അവരിപ്പോഴും ഹൈ ലൈൻ കളിക്കുന്ന ബാക്ക് ലൈനിൽ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സൈഡിന് അഗേൻസ്റ്റ് 3-4 ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആർസണൽ ഒന്നും ചെയ്യുന്നില്ല. ആർസണൽ ബോൾ കൊണ്ട് നീങ്ങുന്നില്ല. കാര്യം ട്രാൻസിഷൻ അറ്റാക്ക് ചെയ്യാൻ പോയി അവിടുന്ന് ഫൈനൽ തേർഡിൽ ബോൾ ലൂസായി കഴിഞ്ഞാൽ യു വിൽ ബിക്കം മോർ ഓപ്പൺ. അപ്പോൾ അതിന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ട്രാൻസിഷനിൽ ഭയങ്കര വീക്കാണ് ആർസണൽ. അപ്പോൾ ഇവർ ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് കണ്ടറിയാം. ജനുവരിയിൽ മിക്കവാറും സൈനിങ്സ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ അവിടെയും എങ്ങനെ ആർസണൽ അത് ഡീൽ ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത കളി ലിവർപൂൾ വേഴ്സസ് വൂൾഫ്സാണ്. ആസ് എക്സ്പെക്റ്റഡ് ലിവർപൂൾ ജയിച്ചിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അഗൈൻ ഞാൻ കഴിഞ്ഞ ലെവൽ പറഞ്ഞ പോലെ വലിയ അഭിമാനിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ഒന്നുമില്ല. പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയിൽ ജയിച്ച് കയറി എന്ന് തന്നെ പറയാം, അല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരു ഗോൾ കൺസീഡ് ചെയ്യുകയും ചെയ്തു വൂൾസിന് അഗേൻസ്റ്റ്, അതും സെറ്റ് പീസിലാണ്. പിന്നെ ഇറക്കിയത് സെയിം ലൈനപ്പാണ്. എനിക്ക് തോന്നുന്നത് സൊബോസ്ലയിലായിരുന്നു, സൊബോസ്ലയ്ക്ക് വരാണ് കിയേസ വന്നത്. ആൻഡ് ബാക്കിയെല്ലാം ഏകദേശം സെയിം ലൈനപ്പ് തന്നെയായിരുന്നു ഇറക്കിയത്. ഇസാക്ക് ഇസ് നോട്ട് അവൈലബിൾ, ഇസാക്ക് ഔട്ടാണ്. അപ്പോൾ വേർഡ്സ്, ഇസാക്ക് ആൻഡ് കിയേസയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പ് ഫ്രണ്ട്. അപ്പോൾ കളി ഒരു നോർമൽ ഗെയിമായിരുന്നു. വേർഡ്സ് അടിച്ചു, എക്കിറ്റിക്ക് ഹാഡ് എൻ അസിസ്റ്റ്. അപ്പോൾ ഗ്രാം ബേഴ്സ് സ്കോർ, ഫ്രിംപോങ് ഹാഡ് എൻ അസിസ്റ്റ്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ ജസ്റ്റ് ജയിച്ചത്. ഇത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണ് എന്ന് നമുക്ക് ജനുവരി 4-ാം തീയതിയാണെന്ന് തോന്നുന്നു ആർസണൽ ഗെയിം. അന്ന് നമുക്കറിയാം ഈ സിസ്റ്റം എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളത്. ആൻഡ് മാർക്കറ്റിൽ ഇറങ്ങിയേ പറ്റൂ. കാര്യം ബ്രഹ്മ കൊണാട്ടെ ഇന്നലെ ഒരു ഇൽനെസ് വെച്ചാണ് കളിച്ചതെന്ന് കേൾക്കുന്നു. അപ്പോൾ ആകെ ഫിറ്റ് പൊട്ടൻഷ്യലി നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ഫിറ്റ് സെൻറ്റർ ബാക്കേ ഉള്ളൂ. അപ്പോൾ ജനുവരിയിൽ എന്താണ് അഡീഷൻസ് വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഇന്നലത്തെ ഗെയിമിലോട്ട് നോക്കാനാണെങ്കിൽ വൂൾസാണ് 15 കളി തോറ്റ് നിൽക്കുന്നൊരു ടീമാണ്. ഇവരുടെ അഗേൻസ്റ്റൊക്കെ ജയിച്ചില്ലേ പിന്നെ അവരുടെ ജയിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. റിയലി വർക്ക്ഡ് ഹാർഡ് ഫോർ ദ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും സിറ്റ് ബാക്ക് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു, വേറെ റിസ്ക് എടുക്കേണ്ടതെന്ന് തന്നെയാണ് വിചാരിച്ചത്. ആൻഡ് അത് തന്നെയാണ്. ഫസ്റ്റ് ഗോൾ വീണ സെറ്റ് പീസിലാണ്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു ഒന്നും പറയാനില്ല. ഒരു ഡീസൻറ്റ് മാച്ച് അത്രേ ഉള്ളൂ. നല്ല പെർഫോമൻസ് ഒന്നും പറയില്ല. പ്ലേയേഴ്സ് ഹാഡ് എ ഗുഡ് പെർഫോമൻസ്. ഫ്ലോറിൻ വേർഡ്സ് ഹാഡ് എ വെരി വെരി ഗുഡ് പെർഫോമൻസ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈസ് ഫൈൻഡിങ് ഹിസ് ഗ്രൗണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ വിൽ സി, ഇറ്റ്സ് എ ജോയ് ടു വാച്ച്, പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം സൊബോസ്ലായി ഒരു ഓൾ ടൈമറാണ് ഈ സീസണിൽ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ കേർട്ടിസ് ജോൺസ് ഇസ് വെൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല 2 പ്ലെയേഴ്സ് ഇപ്പോൾ എക്കിറ്റിക്കും ഫ്ലോറിൻ വേർഡ്സും ഓഫ് ലിവർപൂൾ. 3 കളിയിൽ 2 മാൻ ഓഫ് ദ മാച്ച് എന്തോ ആയി ഫ്ലോറിൻ വേർഡ്സിന്. അപ്പോൾ ദാറ്റ്സ് ബിൻ വെരി ഗുഡ് ഫോർ ഹിം. മൊമെൻറ്റം ഗെയിൻ ചെയ്ത് തുടങ്ങി. ഹോപ്പ്ഫുള്ളി ഹിൽ കണ്ടിന്യൂ. ഇപ്പോൾ ലിവർപൂൾ 4th ആയിട്ടുണ്ട്. എങ്ങനെയാണ് 4th തന്നെ നിന്നതെന്ന് അടുത്ത കളീനെ പറ്റി പറയാം. അത് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ചെൽസി വേഴ്സസ് വിലയാണ്. ചെൽസി വേഴ്സസ് വില ഒരു വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഗെയിമായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചെൽസി ആർ ഹാവിങ് ഇറ്റ്. പക്ഷേ സ്റ്റിൽ ഐ ന്യൂ എമറി എപ്പോഴും എവേ ഗെയിമിൽ പോയൊരു ട്രയൽ ആൻഡ് എറർ പരിപാടി ചെയ്യുന്ന ഒരാളാണ്. അതായത് എങ്ങനെ എവേ ഗ്രൗണ്ടിൽ ഓപ്പോസിഷൻ കളിക്കുമോ അതിനനുസരിച്ച് അത് പഠിക്കാൻ വേണ്ടി ഒരു ലൈനപ്പ് ഫസ്റ്റ് ഹാഫിൽ ഇറക്കി, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ചേഞ്ചുകൾ വരുത്തി ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ച് കളിക്കുന്ന പോലത്തെ ഒരു മാനേജറാണ് അവേ ഗെയിംസിൽ. അപ്പോൾ അത് തന്നെയാണ് ഇന്നലെ നടന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാണ് ബോണ്ടേനെ ഇറക്കിയത്, എന്തിനാണ് ഒണാനേനെ ബെഞ്ചിൽ എത്തിയതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വാട്കിൻസിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല, മലനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലിയർലി ചെൽസി അറ്റാക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ സ്പേസ് ഉണ്ടായിരുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇച്ചിരിയും കൂടെ അജൈലായ പ്ലേയേഴ്സിനെ ഇറക്കിയത്. അത് വളരെ സത്യമാണ്. പക്ഷേ സ്റ്റിൽ ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് വളരെ ഡ്രൈ ആയിരുന്നു. ഒരു ഒളിമ്പിക് ഗോൾ തന്നെ വിളിക്കുക. ജോപ്പട്ടോടെ പേരിലാണ് ഗോളെങ്കിൽ റീസ് ജെയിംസിൻ്റെ ഒരു ഒളിമ്പിയാക്കോ ഗോളിലാണ് ഒരു ഗോൾ വന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് 1-0 ക്ലോസായി. ഒരൊറ്റ ഷോട്ട് പോലും എടുത്തിട്ടില്ലായിരുന്നു ആസ്റ്റൺ വില്ല ഹാഫിൽ. സെക്കൻഡ് ഹാഫ് വരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും പിന്നത്തേക്കും അവർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇറക്കി കളി മാറി. അതോടെ പിന്നെ നിൽക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ചെൽസിക്ക്. വാറ്റ്കിൻസ് വരുന്നു. വാറ്റ്കിൻസിൻ്റെ ഒരു പ്രൈം R9 ആക്കി കളഞ്ഞു ചെൽസി. കാര്യം വന്നു, ഹി സ്കോർ 2 goals. ആൻഡ് ഇന്നലെ പറയാനാണെങ്കിൽ ചെൽസിക്ക് ഒരു ആൻസർ ഉണ്ടായില്ല. ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ആസ്റ്റൺ വില്ല വാട്കിൻസിനെ ഇറക്കി ചേഞ്ച് കൊടുക്കും. ഒനാനയും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും ആകെ ഇറ്റ് വാസ് ഓൺലി കൈസഡോ വേഴ്സസ് ആസ്റ്റൺ വില്ല മിഡ്ഫീൽഡിൽ നിന്ന്. ഇപ്പോൾ കാര്യം എൻസോ ഫെർണാണ്ടസ് ഫസ്റ്റ് ഹാഫിൽ നല്ല ഗെയിമായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം, എൻസോ ഫെർണാണ്ടസിനെ ട്രാക്ക് ചെയ്യാനോ പുറകിലോടാനോ ആൾക്കാരുണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞ്
പിന്നെ രീതിയെ മാറിപ്പോയി കളിയുടെ കാര്യം. ഒനാന വന്നു, ജോൺ മെഗിനെ മാറ്റി. ജോൺ മെഗിൻ ഇച്ചിരി റസ്റ്റി ആയിരുന്നു ഇന്നലെ. അതിൻ്റെ കൂടെ കമാറ ഉണ്ടായിരുന്നു. ഫുള്ളി ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ ക്രൂസ് കൺട്രോളായിരുന്നു ആസ്റ്റൺ വില്ല. അതിൽ ഉണായ് എമറിക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. അവർ പെട്ടെന്ന് മാൻ ടു മാനിലോട്ട് ജമ്പ് ചെയ്തു. മാൻ ടു മാനിലോട്ട് മാറിയപ്പോഴത്തേക്കും പിന്നെ ചെൽസിക്ക് എത്തുമ്പോഴില്ല. ചെൽസീനെ ട്രബിൾ ചെയ്യുന്നൊരു കാര്യമാണ് ചെൽസിയുടെ അടുത്ത് പോയി മാൻ ടു മാൻ പ്രസ് ചെയ്യുമ്പോൾ. അതായത് ചെൽസി മാൻ ടു മാൻ പ്രസ് ചെയ്തിട്ട് ഒരു ഹാഫ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലോട്ട് ഇവരെ മാൻ ടു മാൻ പ്രസ് ചെയ്യുമ്പോൾ ചെൽസി സ്ട്രഗിൾ ചെയ്യണം. അപ്പോൾ അതോടെ ഇന്നലത്തെ ആ കളി 2-1 തോറ്റു. 6 കളിയിൽ ഒരു വിൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ചെൽസിക്ക്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ഇറ്റ്സ് ക്ലിയർലി നോട്ട് ലുക്കിംഗ് ഗുഡ് ചെൽസിക്ക്. കാര്യം ഇപ്പോഴൊരു 5th ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് അവരുടെ ഇപ്പോഴത്തെ സ്ക്വാഡിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് അത് പോരാ. ആൻഡ് ഒരു റിലയബിളായൊരു ഗോൾ സ്കോറിങ് ഔട്ട്ലെറ്റ് ഇല്ല. പാമർ ഇപ്പോഴും റസ്റ്റിയാണ്. ഹീസ് വെരി റസ്റ്റി. ആ ഇഞ്ചുറി കഴിഞ്ഞ് വന്നതിൻ്റെയാണ്, പിബിൾജിയെ കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാവിധ റസ്റ്റിനെസ്സും പാമർ കാണിക്കുന്നുണ്ട്. യു കാൺ ബ്ലെയിം ഹിം, ബിക്കോസ് പാമർ മാത്രം പോരല്ലോ എപ്പോഴും ഗോളുകൾ അടിക്കാനായിട്ട്. അപ്പോൾ പാമർ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. വിങ്ങേഴ്സ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഓടുന്നുണ്ട്, ഇറ്റ്സ് ബിൻ വെരി ഗുഡ്, പക്ഷേ സ്റ്റിൽ ഔട്ട്പുട്ട് പോരാ. ആൻഡ് സെയിം വിത്ത് ദർ സെൻറ്റർ ബാക്സ് ആയാലും ഫസ്റ്റ് ഹാഫ് നല്ലോണം കളിക്കും, സെക്കൻഡ് ഹാഫ് ദർ വെരി പൂർ. അങ്ങനെയാണ് ഇപ്പോൾ മൂഡ് സ്വിങ്സ് ഉള്ള പോലെയാണ് സെൻറ്റർ ബാക്സ് കളിക്കുന്നത് ചെൽസിയുടെ. ആൻഡ് ഓവറോൾ ഇറ്റ്സ് ബിൻ ഒരു നല്ലൊരു ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. ഇന്നും പ്രത്യേകിച്ച് വലിയ കളികളൊന്നുമില്ല. മിഡ് വീക്ക് ഗെയിംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.